ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ധർമ്മന് ബാലൻ വന്ന് വിളിക്കുകയാണല്ലോ. അപ്പോൾ ധർമ്മനോട് പറയാണ്, മോനെ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ്ടോ. ഇനി എന്ത് ക്ഷമ, ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ തന്നെ ഗോമതിയും പറയുന്നുണ്ട്, എടാ ബാലേട്ടനല്ലേ, നിന്നെ മോനെ പോലെയല്ലേ. മോനോ, ഏത് മോൻ, അതൊക്കെ കഴിഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് ഇവിടെ ഒറ്റ അക്ഷരം ആരും മിണ്ടി പോകരുത്. എനിക്ക് മതിയായി. എല്ലാവരുടെ സ്വഭാവവും എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. നിങ്ങൾക്കൊക്കെ ഞാൻ അവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെറും കഴുത മാത്രമായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി വില കൂടി ഒരു വാച്ച് വാങ്ങിക്കൊടുത്തപ്പോൾ ഞാൻ അവിടെ കള്ളനായില്ലേ. മതിയായി. ഇനി എനിക്കവിടെ തുടരാനുള്ള ഒരു അധികാരവും എനിക്കില്ല എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ ആര്യനും ആകാശമൊക്കെ ഓരോരുത്തരും വന്ന് ഭയങ്കര താഴ്മയോടുകൂടി പറയാണ്, മാമ അച്ഛനൊരബദ്ധം പറ്റിയതാണ്, അങ്ങനെ മാമൻ കള്ളത്തരം കാണിച്ചു, അങ്ങനെയൊന്നും പറഞ്ഞതല്ല. മതി ആര്യ, എനിക്ക് മനസ്സിലായി. നിങ്ങളെപ്പോലെ തന്നെ ഞാനും അവിടെ വന്ന് നിന്നതേ നിങ്ങളെപ്പോലെ തന്നെ എന്നെ കാണുമെന്ന് കരുതിയാണ്. പക്ഷേ ധർമ്മനെ കള്ളനാക്കിയിട്ട് ആരും അങ്ങനെ വിലസി നടക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ധർമ്മം പറയാം. മാമ എന്തൊക്കെയായി പറയുന്നത്? അനുമോളാണെങ്കിൽ അവിടുന്ന് ഓടി ഇറങ്ങി വരാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മാമ അച്ഛനെക്കുറിച്ച് ഇങ്ങനെയാണോ മാമ പറയണത്? അച്ഛൻ വേണ്ടി പോകരുത്, നീ കയറിപ്പോ അനുമോളെ, എന്നോട് നീ സംസാരിക്കണ്ട. അല്ല മാമ, അത് നിന്നോടല്ലേ പറഞ്ഞ് കയറിപ്പോവാൻ. അങ്ങനെ അനുമോളെ വിരട്ടി വിടാട്ടോ. അങ്ങനെ ആര്യനോടൊക്കെ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരില്ല, എന്നെ കള്ളനാക്കിയ വീടാണ്. എന്നാലും എൻ്റെ ചേച്ചി ഞാൻ അമ്മയെപ്പോലെ കണ്ടതാ, നിങ്ങളും അതിന് കൂട്ട് നിന്നില്ലേ എന്നും പറഞ്ഞ് എല്ലാവരുടെ അടുത്തും ഭയങ്കര പരുഷമായിട്ടാണ് പറഞ്ഞത് കേട്ടോ. ബാലനാണെങ്കിൽ നാണം കെട്ട് തല താഴ്ത്തി അവിടെ ഒന്ന് ഭൂമി പിളർന്നു പോയാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് എരികേറ്റി വിട്ടാൽ കൊള്ളാലോ എന്നും പറഞ്ഞ് അച്യുതൻ അങ്ങോട്ട് വരാട്ടോ. അതെ എൻ്റെ ധർമ്മനെ, നിങ്ങൾ അവിടെ വന്ന് വാലാട്ടിപ്പട്ടിയായിട്ട് കിടക്കാനുള്ളവനല്ല. അവന് സ്വന്തമായിട്ടൊരു വീടും സ്വത്ത് വകകളും ഇഷ്ടം പോലെ ഉള്ളവൻ തന്നെയാണ്. അവനെ അങ്ങനെ കള്ളനാക്കി രക്ഷപ്പെടാമെന്ന് നിങ്ങളാരും വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി. അപ്പം ധർമ്മൻ പറയണം, അച്ചേട്ടാ നിങ്ങളിതിൽ ഇടപെടരുത്, ഇത് ഞാനും അവരും തമ്മിലുള്ള പ്രശ്നമാണ്. അതും കേട്ടും കൊണ്ട് അനന്തൻ അങ്ങോട്ട് വന്നിട്ട് പറയാം, ധർമ്മൻ പറഞ്ഞത് ശരിയാണ്, അവർ തമ്മിലുള്ള പ്രശ്നമല്ലേ, അത് അവർ തീർക്കട്ടെ, നീ ഇനി അത് സംസാരിച്ച് വഷളാക്കണ്ട, ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് അച്യുതനെ വിളിച്ചുകൊണ്ട് പോരുക കേട്ടോ. എന്തിനാ നോക്കി നിൽക്കണം, പൊക്കൂടെ എന്നൊക്കെ എല്ലാവരും കൂടെ പറയാണ്. അങ്ങനെ അവരെല്ലാവരും നാണം കെട്ട് തല താഴ്ത്തി വീട്ടിലേക്ക് കയറിപ്പോയി. അപ്പോൾ അലോകാണെങ്കിൽ അനുമോളോട് പറയാം, എടീ ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് സന്തോഷമുണ്ട്. എല്ലാവരും നാണം കെട്ടി തലം താഴ്ത്തി പോകുന്ന കണ്ടില്ലേ. പക്ഷേ അനുമോൾക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അച്യുതൻ പറയുന്നുണ്ട്, എന്തായാലും പോയവർ പോട്ടെ, എടാ നീയാണ് മിടുക്കൻ, നീ എനിക്ക് ഇത്രയും അന്തസ്സോടുകൂടി അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. ഞങ്ങൾക്ക് പോലും ഇന്ന് വരെ ബാലനോട് ഇതുപോലെ തല നിവർത്തിന്ന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ അത് സാധിച്ചെടുത്തു, മിടുക്കൻ. ഇനിയാണടാ കളി, നിനക്കൊപ്പം ഞങ്ങളുണ്ട്, ഈ ഏട്ടന്മാരുണ്ട് എന്നും പറഞ്ഞിട്ട് ഉടനെ പറയണം, അനന്തേട്ടാ ഇവന് നമുക്ക് അങ്ങനെ ജോലിയില്ലാത്തവനാക്കി നിർത്താനൊന്നും കഴിയില്ലല്ലോ. ഇനി നീ ഗോമതി സ്റ്റോറിലൊന്നും പോണ്ട, നമുക്ക് ഇവനൊരു ബിസിനസ് അങ്ങ് തുടങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കട തുടങ്ങിക്കൊടുക്കാം. എന്ത് കടയാണ് ഇവന് തുടങ്ങിക്കൊടുക്കാൻ പോണത് എന്നിങ്ങനെ ചോദിക്കാട്ടോ അനന്തൻ. അത് നമുക്ക് ആലോചിക്കാം, പക്ഷേ അങ്ങനെ തോറ്റു പിന്മാറണ്ട, അവരെക്കാളും വലിയ നിലയിൽ ഇവനെ നമുക്ക് എത്തിക്കണം എന്നിങ്ങനെ അച്യുതൻ പറയാം കേട്ടോ. പക്ഷേ ധർമ്മൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ധർമ്മനാണെങ്കിൽ പലതവണ ഇവരെയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്, ഓരോരുത്തരുടെ സംസാര രീതികളൊക്കെ. അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ അനന്തം വന്ന് പറയണം, മതി നിർത്തിക്കോ, ഇനി അപ്പുറത്തുള്ളവരെ കുറ്റം പറയുന്നതൊക്കെ മതി. അവിടെ നിന്ന് ഒരു പെൺകുട്ടി ഇവിടെയും വന്ന് കയറിയിട്ടുണ്ട്, അതൊക്കെ കണ്ടും കേട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ അവൾക്കും വിഷമായിന്ന് വരും. അലോകിന് വിഷമിപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ അമ്മ ഇടപെട്ടിട്ട് പറയണം, അതാണ് പറഞ്ഞത്, അനന്തം പറഞ്ഞത് തന്നെ ശരി, ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. ധർമ്മനായി, ധർമ്മൻ്റെ പറച്ചിലായി, അതെല്ലാം കഴിഞ്ഞു, ഇനി നമ്മൾ ഇടപെടണ്ട. പിന്നെ അനുമോള് പാവം, അവൾക്കിതൊക്കെ കേട്ട് സങ്കടമാവും. മോളെ നീ വിഷമിക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ അച്യുതൻ പറയാം, അമ്മ എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? നമ്മുടെ ധർമ്മനെ അവിടുന്ന് അടിച്ചിറക്കി വിട്ടു, അത് കള്ളനെന്നുള്ള സ്ഥാനപ്പേരും കൊടുത്തിട്ടല്ലേ. അപ്പോൾ നാണം കെട്ട് തലയും താഴ്ത്തി അവൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അമ്മ അങ്ങ് ക്ഷമിച്ചു കൊടുക്കാമെന്നാണോ വിചാരം? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, എൻ്റെ അനുമോളെ വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യ. പക്ഷേ ധർമ്മനെ കള്ളനായിട്ട് ചിത്രീകരിച്ച എൻ്റെ മകളായാലും ശരി, മകനായാലും ശരി, ഇനി മരുമകനാണെങ്കിലും ശരി തന്നെ, അവരോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാനാവില്ല എന്നും പറഞ്ഞ് അനുവിനെയും കൂട്ടി നേരെ വീട്ടിനകത്തേക്ക് പോവാണ് ശ്രമിക്കുക കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ അനുമോള് പതിയെ വന്ന് മാമനോട് സംസാരിക്കുന്നുണ്ട്. മാമ, എനിക്ക് മാമനോട് സംസാരിക്കണം, അച്ഛനൊരു പാവം, അച്ഛൻ മാമനോട് അങ്ങനെയൊന്നും പറയില്ല. അനുമോളെ നീ ഇനി ഇതിൽ കൂടുതൽ എന്നോട് സംസാരിക്കേണ്ട, കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം.
പിന്നെ അതല്ല മാമ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിന്നോടല്ലേ പറഞ്ഞേ എന്നോട് സംസാരിക്കേണ്ടെന്ന്. അവരോട് ഇനി ഞാൻ ക്ഷമിക്കാൻ അല്ലേ ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട്? എടി, ഞാനൊരു കള്ളൻ എന്നുള്ള രീതിയിലല്ലേ എടി അവർ സംസാരിച്ചത്. അങ്ങനെയല്ല മാമ, നീയൊന്നും മിണ്ടാതിരി. അനുഭവിച്ചത് ഞാനല്ലേ, ഞാൻ തീർത്തോളാം. നീ എന്നെ ഉദ്ദേശിക്കാനെന്ന് വരണ്ടാന്നും പറഞ്ഞ് അനുമോളെ വഴക്ക് പറയാനായിട്ടോ. പക്ഷേ അപ്പുറത്ത് ചെന്ന ബാലനാണെങ്കിലോ ആകെ കട്ട കലിപ്പായി. കാരണം എല്ലാവരുടെയും മുന്നിലും തല താഴ്ത്തി നിൽക്കേണ്ട ഒരു ഗതിയായി. ധർമ്മനെ വിളിക്കാൻ പോവില്ല എന്ന് പലതവണ പറഞ്ഞപ്പോഴും ബാലേട്ടൻ വിളിച്ചാലേ അവൻ വരുവുള്ളൂ എന്ന് പറഞ്ഞ് തള്ളി ഉന്തി വിട്ടത് ഗോമതിയാണ്. ഗോമതിക്ക് ആദ്യം 2 വഴക്ക് കൊടുക്കാണ് കേട്ടോ. അവിടെ ചെന്ന് ഇത്രയും കാലം ഞാൻ ആരുടെ മുന്നിലും തല താഴ്ത്തി നിന്നിട്ടില്ല. അവിടെ നിന്ന് ഒരു പെങ്കൊച്ചിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു എൻ്റെ മോൻ ആര്യൻ മിത്രയെ. എന്നിട്ട് പോലും എനിക്കന്ന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഞാൻ ആരുടെ മുന്നിലും തലതാഴ്ത്തേണ്ട ഗതി എനിക്ക് വന്നിട്ടില്ല. പക്ഷേ ഇന്ന് അവൻ കാരണം അവൻ്റെ ഏട്ടൻ്റെ മുന്നിലും എല്ലാവരുടെ മുന്നിലും എനിക്ക് അവിടെ നിന്ന് ഭൂമിക്കടിയിലേക്ക് പോയാൽ മതിയെന്നായിരുന്നു. അത്രമാത്രം നാണം കെട്ടു. ഇതിനെല്ലാം കാരണക്കാരി നിങ്ങളൊക്കെ തന്നെയല്ലേ? നല്ല ഗോമതി, എന്നെ പറഞ്ഞു വിട്ടത് നീയല്ലേ? അയ്യോ ബാലേട്ട, അവൻ്റെ മനസ്സിൽ ഇത്രയ്ക്ക് വിഷമവും കടുത്ത ദേഷ്യവും ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിയണമായിരുന്നു. ഭർത്താവിന് നാണം കെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായോടി? അങ്ങനെ അവരോരോരുത്തരും വന്ന് സമാധാനം പറയാട്ടോ. ആര്യനും ഇത്രയും പറയാനുണ്ട്, ആകാശും മീനാക്ഷിയും പറയാനുണ്ട്. കൊച്ചിന് അത്രയ്ക്ക് വിഷമമായതുകൊണ്ടാണ് എന്ന് മിത്ര പറയാൻ കേട്ടോ. മാമനും അത്ര സങ്കടമായതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ അവൻ്റെ സൈഡാണ്. എനിക്ക് നാണക്കേടായതും താൻ തലതാഴ്ത്തി നിൽക്കേണ്ടതൊന്നും ഒരു വിഷയമല്ലല്ലോ. എല്ലാവരും കൂടെ എന്നെ അങ്ങ് കുറ്റപ്പെടുത്തിക്കോ എന്ന് ബാലൻ. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും ആകെ ഒരു നിസ്സഹായ അവസ്ഥ. എന്ത് ചെയ്യണമെന്ന് പോലും പറയാതെ. അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ പോട്ടെ, അവൻ്റെ ദേഷ്യമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ പോയി വിളിച്ചോളാന്ന് അവർ പറയാം. അപ്പോൾ ബാലൻ പറയാനുണ്ട്, വേണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇനി ഒരിക്കലും അവനിവിടെ തിരിച്ച് വരണ്ട. ആരും വിളിക്കണ്ട. നിങ്ങളും പോവില്ല, ഞാനും പോവില്ല. ഇനി അവൻ ഇങ്ങോട്ട് വരണ്ട എന്ന് ഉറപ്പിച്ചങ്ങ് പറയാം. അതോടുകൂടി എല്ലാവർക്കും വിഷമായി കേട്ടോ. കൃഷ്ണമംഗലത്താണെങ്കിൽ അലോക് അനുമോളെ എടുത്തിട്ട് പൊരിക്കുന്നുണ്ട്. കാരണം പാവം പിടിച്ച എൻ്റെ കൊച്ചച്ഛനെ എല്ലാവരും കൂടെ ചേർത്ത് കള്ളനാക്കി. എടി, നിൻ്റെ അച്ഛൻ എങ്ങനെയുള്ളവനാടി? ദരിദ്രവാസി, അയാൾക്ക് ഇത് തന്നെ വേണം. എന്ത് ഗമയില ഇങ്ങോട്ട് വന്നതും കൊച്ചച്ഛനെ വിളിക്കാൻ വേണ്ടി. അവസാനം നാണം കെട്ട് പോയില്ലേ? വലിയ മല പോലെ വന്നു, എന്നിട്ട് എലി പോലെ പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ അനുമോള് 2-3 പ്രാവശ്യം താക്കീത് കൊടുക്കുന്നുണ്ട്. ഇന്നലെ പോലും നീ എന്നെ ചൊറിയുന്നതാ, മിണ്ടാതിരുന്നോ അലോകിയെന്ന്. കേൾക്കണ്ടേ? പക്ഷേ അനുമോൾക്ക് ദേഷ്യം വന്ന് അതുപോലെ തന്നെ കുറേ അടിയും ഇടിയും ചവിട്ടും ഒക്കെ കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ആ കഴുത്തിൽ പിടിച്ച് വെച്ച് ഇറുക്കാണ് ഷോൾ മുറിക്കുക. അപ്പോൾ അയ്യോ അമ്മേന്ന് കടന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അലോക്. അപ്പോൾ താഴെ ഇരിക്കുന്ന നമ്മുടെ അച്യുതനും ധർമ്മനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ പറയാണ്, അയ്യോ എന്താ അവിടെ ബഹളം? അപ്പോൾ തന്നെ ധർമ്മൻ ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടാ അലോക് പാട്ട് പാടോ? പാട്ടൊന്നുമല്ല, നീ അങ്ങോട്ട് മാറടാ, അവ എന്തോ അപകടത്തിലാണ്. കാരണം അച്യുതന് കാര്യം അറിയാമല്ലോ ഇവർ തമ്മിൽ ഉടക്കാണെന്ന്. അങ്ങനെ ഇവരോടി വരാം കേട്ടോ. മേളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ അനുമോൾ അലോകിനോട് ചോദിക്കുന്നുണ്ട്, എടാ ഇനി നീ എൻ്റെ അച്ഛനെയോ വീട്ടുകാരെയോ പറയോടാ? പറയുമെന്നാണ്. അയ്യോ ഇല്ല എന്നെ വിട് എന്ന് പറഞ്ഞ് വിളി കേട്ടോ. അങ്ങനെ ഇവർ വന്ന് ഡോറി തട്ടാണ്. അപ്പോൾ അനുമോൾ പറയാം, ഒറ്റ അക്ഷരം അവരോട് മിണ്ടിപ്പോയില്ല, മിണ്ടിയാൽ ഞാൻ നിന്നെ കൊന്നു കളയൂടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അനുമോൾ ഡോർ തുറക്കുക. എന്താ മോളെ, എന്താ ഇവിടെ സംഭവിച്ചത്? അത് അലോക് ഒരു പാട്ട് പാടിയതാ. കണ്ടോ അളിയാ? ഏട്ടാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവൻ പാട്ട് പാടിയത്. ഇതൊന്നുമല്ല അലോകെ, എന്താടാ സംഭവിച്ചത്? ഒന്നുമില്ലെന്നേ, ഞാൻ വെറുതെ അനുമോൾക്കൊരു പാട്ട് പാടി കൊടുത്തതാ എന്ന്. കാരണം അച്യുതന് കാര്യം അറിയാമെങ്കിലും ധർമ്മന് മനസ്സിലാവണില്ലല്ലോ. ധർമ്മൻ അവിടെ ഇട്ട് 2 പേരും കളിയാക്കാട്ടോ. അച്ചേട്ടാ ഈ പിള്ളേരെ ഒരു കാര്യം, ഇതൊക്കെ റൊമാൻസിൻ്റെ ഭാഗമായിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒരു നാണം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അലോകിനെയും കളിയാക്കാണ് കേട്ടോ. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അനുമോളുടെ വാക്കും കേട്ടിട്ട് ദേവമംഗലത്ത് വീണ്ടും നമ്മുടെ മീനാക്ഷിയും ഇത്രയും കൂടെ ഭയങ്കര ചർച്ചയിലാണ് കേട്ടോ. കാരണം ഇനി മാമൻ തിരിച്ച് വരില്ലേ, അല്ലെങ്കിൽ അച്ഛനും അത് വിഷമമായി, എന്നാലും അച്ഛനോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ. ഇനി അച്ഛനറിയാതെ നമുക്ക് മാമനെ പോയി വിളിക്കാനും പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞ് അവരൊക്കെ ഇനി വിഷമിച്ചിരിക്കുന്ന സമയത്ത് ബാലൻ അങ്ങോട്ട് വരാം കേട്ടോ. ബാലനെ കാണുമ്പോൾ ഇവർ ചാടി എഴുന്നേക്കാണ്. അപ്പോൾ ബാലൻ പറയാം, മോളെ എന്താ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്? ഒന്നുമില്ല അച്ഛാ. പിന്നെ ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ വിഷമായില്ലേ? ഒന്നും ആയില്ല. പിന്നെ നിങ്ങളെക്കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞല്ലോ. കാരണം മിത്രയെ അവിടുന്ന് ആരെയും വിളിച്ചുകൊണ്ട് വന്നതൊന്നും എനിക്കിഷ്ടമായില്ലെന്ന് ഞാൻ എല്ലാവരും അവിടെ വെച്ച് നേരത്തെ സംസാരിച്ചില്ലേ ഹാളിൽ വെച്ച്. മോളെ ഞാനത് വേണമെന്ന് വെച്ച് പറഞ്ഞതല്ല കേട്ടോ. നിങ്ങൾ 3 പേരോട് എനിക്ക് യാതൊരു ദേഷ്യമില്ല. നിങ്ങൾ 3 മരുമക്കളും ഈ വീടിൻ്റെ വിളക്കാണ്, അങ്ങനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നിങ്ങനെ ബാലൻ പറയാട്ടോ. അത് കേൾക്കുമ്പോൾ മീനാക്ഷിക്കും മിത്രയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവണം. ഇതും കേട്ടും കൊണ്ട് ഗോമതിയും മാറി നിൽക്കാൻ കേട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്